ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച MBBS വിദ്യാർത്ഥികൾക്ക് യാത്രാമൊഴി. 5 പേരുടെയും ചേതനയേറ്റ ശരീരം വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സഹപാഠികളും അധ്യാപകരും ബന്ധുക്കളും വിതുമ്പി. പലർക്കും വിയോഗം ഉൾക്കൊള്ളാനായില്ല. ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ, മന്ത്രിമാരായ സജി ചെറിയാൻ, പി പ്രസാദ്, വീണ ജോർജ് എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ സംസ്കാര ചടങ്ങുകൾ എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ നടന്നു. പാലക്കാട് സ്വദേശി ശ്രീദീപിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. സംസ്കാരം അല്പസമയത്തിനകം നടക്കും. കണ്ണൂർ സ്വദേശി അബ്ദുൾ ജബ്ബാറിന്റെ മൃതദേഹം 8 മണിയോടെ വീട്ടിലെത്തിക്കും. ദേവനന്ദന്റെ മൃതദേഹം കോട്ടയം മറ്റക്കരയിലെ കുടുംബ വീട്ടിലെത്തിച്ചു. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് സംസ്കാരം. ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജിയുടെ സംസ്കാരവും നാളെയാണ്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, ദുഃഖം താങ്ങാനാകാതെ വല്ലാത്ത ഒരു കാഴ്ചയോടെ, വലിയ നൊമ്പരത്തോടെയാണ് ആ കുട്ടികൾ ആലപ്പുഴ വിട്ടുപോയത്. ഒരാൾ മാത്രമാണ് ആലപ്പുഴയിലുള്ളത്. ഇപ്പോൾ സംസ്കാരം നാളെയാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇന്ന് മുഴുവൻ അതീവ ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഈ ജില്ല കടന്നുപോയെന്ന് പറയാം. ഇന്നലെ രാത്രി ഒരു അപകടം ഉണ്ടായതിനു ശേഷം പിന്നീട് കേരളം തന്നെ ഞെട്ടുന്ന രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് അതിന്റെ ഒരു സാഹചര്യം മാറുകയായിരുന്നു. 5 മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ആലപ്പുഴ കളർകോട് നടന്ന അപകടത്തിൽ മരണപ്പെട്ടത്. പിന്നെ ഇന്ന് വിവിധ ഇടങ്ങളിൽ നിന്ന്, അതായത് പാലക്കാടും മലപ്പുറവും ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിൽ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ, TD മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ എത്തിയ വിദ്യാർത്ഥികളായിരുന്നു. അവരുടെ രക്ഷകർത്താക്കൾ അടക്കമുള്ള ആളുകൾ എത്തി ഓരോ കുട്ടികളുടെയും മൃതദേഹം ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 11 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു. ഒപ്പം 11:45 പൊതുദർശനത്തിനായി അവരുടെ ക്യാമ്പസായ TD മെഡിക്കൽ കോളേജിലേക്ക് കുട്ടികളുടെ മൃതദേഹം എത്തിച്ചു. 5 വിദ്യാർത്ഥികളാണ് ഈ സംഭവത്തിൽ ഇന്നലെ നടന്ന കളർകോട് വെച്ച് നടന്ന വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. ഇവരുടെ 5 പേരുടെയും മൃതദേഹം ക്യാമ്പസിലേക്ക് എത്തിച്ചപ്പോൾ ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു അവിടെ ഉണ്ടായത് എന്ന് തന്നെ പറയാം. രക്ഷകർത്താക്കൾ, തളർന്നു വീഴുന്ന രക്ഷകർത്താക്കൾ, ഒപ്പം തന്നെ സഹപാഠികളായ വിദ്യാർത്ഥികൾ, ഒപ്പം അവരുടെ അധ്യാപകർ, അങ്ങനെ ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഒരു അത്തരത്തിൽ ആദരവ് അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമയക്രമമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനം ഒന്നടങ്കം ഈ വിദ്യാർത്ഥികളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. സംസ്ഥാന മന്ത്രിമാരായ സജി ചെറിയാൻ, വീണ ജോർജ്, ഒപ്പം പി പ്രസാദ് അടക്കമുള്ള ആളുകൾ തുടക്കം മുതൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവര് ആണ് ഈ മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾക്കും ക്രമീകരണങ്ങൾക്കും പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾക്കും ക്രമീകരണങ്ങൾ ഒരുക്കി നൽകിയത്. അതിനുശേഷം ഉച്ചയ്ക്ക് 1:30 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടേക്ക് എത്തി വിദ്യാർത്ഥികൾക്ക് അന്തിമോപചാരം അർപ്പിച്ചു. TD മെഡിക്കൽ കോളേജിൽ നടന്ന പൊതുദർശനത്തിന് ശേഷമാണ് വിദ്യാർത്ഥികളെ ഓരോരുത്തരുടെയും ജില്ലകളിലേക്ക് അവരുടെ രക്ഷകർത്താക്കൾക്ക് സർക്കാർ ക്രമീകരിച്ച ആംബുലൻസുകൾ മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള സജ്ജീകരണങ്ങൾ നൽകിയത്. അങ്ങനെ 1:30 ക്യാമ്പസിൽ നിന്ന് വിദ്യാർത്ഥികളുടെ മൃതദേഹം 1.5 മാസം മുമ്പ് മെഡിക്കൽ വിദ്യാർത്ഥികളായി ആലപ്പുഴ TD മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ കുട്ടികളാണ് ഇങ്ങനെ ചേതനയേറ്റ ശരീരവുമായി ആലപ്പുഴയിൽ നിന്ന് മടങ്ങിയത് എന്നുള്ളതാണ്. എല്ലാവരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. അത്തരത്തിൽ വൈകാരികമായ രംഗങ്ങളിലൂടെയാണ് TD മെഡിക്കൽ കോളേജ് കടന്നുപോയത്. TD മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഇത്രയും ഒരു ദുഃഖകരമായ ഒരു ദിവസം ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. വലിയ അപകടമായിരുന്നു ഇന്നലെ നടന്നത്. വിദ്യാർത്ഥികൾ അനാട്ടമി എക്സാമിന് ശേഷം വൈകിട്ട് സിനിമ കാണുന്നതിന് വേണ്ടി ക്യാമ്പസിൽ നിന്ന് പുറപ്പെട്ട 11 വിദ്യാർത്ഥികൾ അടങ്ങുന്ന കാറാണ് കളർകോട് ജംഗ്ഷന് സമീപം വെച്ച് അപകടത്തിൽപ്പെട്ടത്. നല്ല മഴയുണ്ടായിരുന്നു. കിറ്റ് ചെയ്ത കാർ എതിർദിശയിൽ വന്ന KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആ സംഭവ സ്ഥലത്ത് തന്നെ 2 വിദ്യാർത്ഥികൾ മരിച്ചു. ബാക്കിയുള്ള 3 വിദ്യാർത്ഥികൾ കൊണ്ടുപോകുന്ന യാത്രാമധ്യയുമാണ്
മരണപ്പെട്ടത്. 11 പേരിൽ ബാക്കിയുള്ളവരുടെ ആരോഗ്യനില 2 പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയും ചെയ്യുന്നു. ഒരു വിദ്യാർത്ഥിക്ക് മറ്റ് പരിക്കുകൾ ഒന്നും ഇല്ലാതെ തന്നെ ഈ അപകടത്തെ മറികടക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ലക്ഷദ്വീപ് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ സംസ്കാരം കൊച്ചിയിൽ നടന്നു. ഒപ്പം തന്നെ ആലപ്പുഴയിലുള്ള ആലപ്പുഴയിൽ നിന്ന് ഒരു വിദ്യാർത്ഥി മാത്രമാണ് ഈ അപകടത്തിൽ ഉണ്ടായിരുന്നത്. ആയുഷിന്റെ മൃതദേഹം കാവാലത്തെ വീട്ടിൽ എത്തിച്ചു. അച്ഛനും അമ്മയും അവർ ഇൻഡോറിൽ നിന്നാണ് ഇവിടേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. അവര് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവര് വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട്. ആയുഷിന്റെ അച്ഛന്റെ വീടായ കാവാലത്തെ വീട്ടിൽ വെച്ച് നാളെ രാവിലെ 10 മണിക്കാണ് സംസ്കാരം നടക്കുക. ശരണ്യാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അമിതവേഗതയും മഴയും വാഹനമോടിച്ചയാളുടെ പരിചയക്കുറവുമാണ് 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ദാരുണാന്ത്യത്തിന് കാരണമായത്. ഓവർലോഡും കാലപ്പഴക്കവും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി. ദേശീയപാതയിൽ ആലപ്പുഴ കളർക്കോട് തിങ്കളാഴ്ച രാത്രി 9:30യോടെയായിരുന്നു നാടിനെ ദുഃഖത്തിലാഴ്ത്തിയ അപകടം. മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ ടവേര കാർ ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്കുള്ള KSRTC ബസ്സിൽ ഇടിച്ചു കയറുകയായിരുന്നു. അപകടം നടക്കുമ്പോൾ ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇത് വാഹനം തെന്നിമാറാനുള്ള പ്രധാന കാരണമായി. ഒരു സൗണ്ട് കേട്ടോ ഓടി വരുമ്പോൾ ഇതേമാതിരി ഇടിച്ച കണ്ടീഷനാണ് കാണുന്നത്. അത്ര ഡേഞ്ചർ ആയിട്ടുള്ള ഇതായിരുന്നു. ഈ വണ്ടി ഇടിച്ച് ഡോർ മാത്രം തുറന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ അനക്കമുള്ളത്. ബാക്കി ആർക്കും അനക്കമില്ല. കൂടുതലും ഒരു 4-5 കുട്ടികളെ മൂക്കിൽ നല്ലോണം ബ്ലഡ് വരുന്നുണ്ട്. പിന്നെ കൈയും കാലൊക്കെ നല്ല മുറിവുണ്ടായിരുന്ന സമയത്ത്. വാഹനത്തിൽ 11 പേരാണ് ഉണ്ടായിരുന്നത്. ഇത് സീറ്റിംഗ് കപ്പാസിറ്റിക്കും കൂടുതലാണ്. ഒരുപക്ഷെ മടിയിൽ ഇരുന്നാകാം വിദ്യാർത്ഥികളിൽ ചിലർ യാത്ര ചെയ്തത്. എയർ ബാഗ് സംവിധാനം വാഹനത്തിൽ ഇല്ലായിരുന്നു. ആന്റി ബ്രേക്കിംഗ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി കുറയുമായിരുന്നുവെന്നും അധികൃതർ പറയുന്നു. വാഹനമോടിച്ച വിദ്യാർത്ഥിയുടെ പരിചയക്കുറവും വിനയായി. RTOയുടെ വിശദാംശം തേടിയ ജില്ലാ കളക്ടർ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡീറ്റെയിൽ എൻക്വയറി നമുക്ക് നടത്താം. 14 വർഷം പഴക്കമുള്ള വണ്ടിയെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എൻക്വയറി ഇതിൻ്റെ വാഹനത്തിൻ്റെ ഉടനെ പറ്റിയൊക്കെയുള്ള അന്വേഷണം ഞാൻ RTO എൻക്വയറി നടത്താനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് കാർ വാടകയ്ക്ക് നൽകിയതായിരുന്നെന്നും റെന്റ് കാർ ലൈസൻസ് ഇല്ലായിരുന്നുവെന്നും RTO അറിയിച്ചു. ഇക്കാര്യവും അന്വേഷണ പരിധിയിൽ വരും. News 18 ആലപ്പുഴ.